ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ഭൂരിപക്ഷവുമായിട്ട് തളപതി വിജയ് TVK ഭരണത്തിലേക്ക് ചേക്കേറാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഗവർണറെ കാണാനുള്ള പരിപാടിയിലേക്കാണ്. 118 എന്ന മാജിക് നമ്പറിൽ ഇപ്പോൾ തളപതി വിജയുടെ TVK കിട്ടിയിരിക്കുന്ന 120 സീറ്റുകളാണ്. അതായത് 108 സീറ്റുകൾ TVK വിജയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സീറ്റ് വിജയ്ക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ 107 സീറ്റുകൾ വരുന്നു. കോൺഗ്രസിൽ നിന്ന് 5 സീറ്റ് 112 സീറ്റുകൾ വരുന്നു. CPIയിൽ നിന്ന് 2 സീറ്റ് 114 വരുന്നു. CPM നിന്ന് 2 സീറ്റ് 116 വരുന്നു. VCKയിൽ നിന്ന് 2 സീറ്റ് 118 വരുന്നു. അപ്രതീക്ഷിതമായ ഒരു സർപ്രൈസ് ആയിട്ടാണ് വീണ്ടും IUMൽ നിന്ന്, അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് 2 സീറ്റുകളുമായിട്ട് വരുന്നത്. മൊത്തം 120 സീറ്റുകൾ. 118 എന്ന മാജിക് നമ്പറിന് ശേഷം 120 സീറ്റുകൾ, 2 സീറ്റ് ഭൂരിപക്ഷം കൂട്ടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അവസാനമായിട്ടാണ് ഒരു സർപ്രൈസിംഗ് ആയിട്ട് വന്നത്. ആദ്യം IUML പറഞ്ഞത് ഞങ്ങൾ DMK കൂടെ നിൽക്കുവാണ്, TVKയിൽ ചേരുന്നില്ല എന്നാണ്. ബട്ട് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അവരും TVKയിലേക്ക് ചേർന്നു. അവർക്ക് സപ്പോർട്ട് നിൽക്കാൻ ഗവൺമെന്റ് ഫോം ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ 118 എന്ന മാജിക് നമ്പർ 2 സീറ്റിൽ കൂടുതലായി 120ലേക്കായിട്ടുണ്ട്. ഇപ്പോൾ ഒരു മൾട്ടി കക്ഷികളാണ് ഒരു പാർട്ടിയിലുള്ളത്. TVK, കോൺഗ്രസ്, CPI, CPM, പിന്നെ VCK, ഇപ്പോൾ IUMLും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിച്ചേർന്ന ഒരു പാർട്ടിയും കൂടെ ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ നാളെ തന്നെ എന്തായാലും സത്യപ്രതിജ്ഞയ്ക്കുള്ള വഴിയൊരുക്കങ്ങൾ ചെയ്യാൻ തന്നെയാണ് എല്ലാവരും മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം വരുന്നത് ഇനി ഗവർണർ എന്ത് പറയും എന്നുള്ളതാണ്. കാരണം 4ാമതായി ഇന്ന് 7 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ 7 മണിക്ക് ശേഷമായിട്ട് 4ാമത്തെ പ്രാവശ്യം ഗവർണറുടെ അടുത്തേക്ക് ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ക്ഷണിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ ഇനി ഗവർണർ എന്ത് പറയും? നേരത്തെ ഒരു അഭ്യൂഹങ്ങളുണ്ട്, ഈ ഒപ്പുകളിൽ എനിക്ക് വ്യത്യാസക്കേടുകളുണ്ട്, ഒരു സംശയക്കേടുകളുണ്ട്, അതുകൊണ്ട് എനിക്കെല്ലാം നോക്കിയിട്ടേ ഒന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംശയവും ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ അറിയാൻ കഴിയും ഇന്ന് രാത്രി തന്നെ ഗവർണർ കേരളയിലേക്ക് വരുന്നു എന്നാണ്. കാരണം ഇവിടെ ഒരു കാര്യം സംഭവിക്കാത്തതിനാൽ അവിടെ ഒരു ചാർജ് ഇനി ആകുന്നത് വരെ ഇവിടെ തിരിച്ചു വരില്ല എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെയും തമിഴ്നാട്ടിലെ ഗവർണർ ഇപ്പോൾ ഈ തമിഴ്നാട്ടിലെ ഈ ഗവർണറാണ്. അപ്പോൾ ഈ ഗവർണർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ വരുന്ന ന്യൂസുകൾ പ്രകാരം വരുന്നത്, ഗവർണർ ഇന്ന് രാത്രി നാട് വിടും, അതായത് തമിഴ്നാട് വിടും, അത് കേരളത്തിലേക്ക് എത്തുമെന്നാണ്. കാരണം പിന്നെ തിരിച്ചെത്തുന്നത് കേരളത്തിൽ അവിടെ ഒരു ഗവൺമെന്റ് ഫോം ചെയ്തതിനു ശേഷമായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമല്ല, വേറൊരു ന്യൂസ് പറയുന്നത് ഇന്ന് രാത്രിയല്ല നാളെ രാവിലെ എത്തും, അതായത് നാളെ രാവിലെ കേരളയിൽ എത്തുമെന്നാണ്. എന്നിരുന്നാലും ഏത് സമയം എത്തിയാലും തമിഴ്നാട്ടിലെ ആ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിന് അതൊരു ബുദ്ധിമുട്ട് തന്നെയാവും, അതിന് സമയം നീളും. കാരണം അത് കഴിഞ്ഞ് കേരളത്തിലേക്ക് പോയാൽ ഗവർണർ തിരിച്ചു വരിക എന്നുള്ളത് ഇനി അവിടെ ഗവൺമെന്റ് ഫോം ചെയ്തതിന് ശേഷമായിരിക്കും. UDFിലെ അവര് നിയുക്ത മുഖ്യമന്ത്രിയായിട്ട് ആരെ നിർത്തുന്നു അവരിന് ശേഷമായിരിക്കും. അപ്പോൾ ആരാണ് ഇനിയിപ്പോൾ എപ്പോഴാണ്? അതുകൊണ്ട് ഇന്ന് സംസാരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് നാളെ തന്നെ സത്യപ്രതിജ്ഞ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം പുള്ളിക്കാരൻ ഇനി പോകുമോ ഇല്ലയോ എന്ന്, ബഹുമാനപ്പെട്ട ഗവർണർ ഇനി പോകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം ആവശ്യങ്ങളൊക്കെ ഇപ്പൊ മാറി മറിഞ്ഞ് ഇപ്പൊ എല്ലാം ശരിയായിട്ട് വന്നിരിക്കുകയാണ്. ഇനി സമയത്തിന് പറക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ കാണണം. അപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് വരുന്ന സമയങ്ങളിൽ ഞാൻ പറയാം. അപ്പോൾ ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ തന്നെ പറയണം. കാരണം ആ ഒരു മൊമെന്റിനാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ജോസഫ് വിജയ് എന്നും ഞാൻ തമിഴ്നാട് മക്കളിൽ ഉടൽ ഉയർ മാനം കാപ്പേൻ ഉണ്ട്. അങ്ങനെയല്ല, ഞാനൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനിയും ഒരു മാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ചർച്ച നടന്നതുപോലെ, സപ്പോർട്ട് കിട്ടിയതുപോലെ തന്നെ പോട്ടെ. ജോസഫ് വിജയ് എന്നും ഞാൻ ഗവൺമെന്റ് ഫോം ചെയ്തിട്ട് അതിൽ വേറെ മാറ്റങ്ങളൊന്നും വേണ്ട. എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണെന്ന് എല്ലാവർക്കും നന്നായിട്ട്, കേരളത്തിലുള്ളവർ, തമിഴ്നാട്ടിലുള്ളവർ, ഇന്ത്യ മുഴുവൻ ആഗ്രഹിക്കുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ആരാണ് മുഖ്യമന്ത്രി ആകണമെന്നുള്ള ഒരു സംസാരം ഉണ്ട്. അത് ആർക്കും വേറെ വിരോധങ്ങളോ വിയോജിപ്പുകളോ ഒന്നുമില്ല, വിഭിന്നതകളോ ഇല്ല. അതുകൊണ്ട് നാളെ തന്നെ മിക്കവാറും നടക്കാൻ സാധ്യതകൾ ഏറെയാണ്. പക്ഷേ ഗവർണർ എന്ത് പറയും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അവിടെ